വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പൊ വിഷു ആയിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് മേക്കപ്പ് പ്രോഡക്റ്റുകൾ തരാൻ പോവാണ് കേട്ടോ. അതായത് ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് മേക്കപ്പ് പ്രോഡക്റ്റുകൾ കിട്ടും. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ? സത്യമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും വല്ല ലോക്കൽ ഐറ്റംസും ആയിരിക്കും. അല്ല, നമുക്കിതാ ഈ പ്രോഡക്റ്റുകളൊക്കെയാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോണത്. ഷുഗറിന്റെ കാജൽ ഉണ്ട്, അതുപോലെ തന്നെ ഷുഗറിന്റെ ലിപ്സ്റ്റിക് ഉണ്ട്, ജസ്റ്റ് ഹെർബിന്റെ ലിപ്സ്റ്റിക് ഉണ്ട്. അങ്ങനെ നല്ല നല്ല പ്രോഡക്റ്റുകളാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത്. എങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ അതിന്റെ മുന്നേ എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്നും അതുപോലെ തന്നെ എത്ര റേറ്റ് വരുന്ന പ്രോഡക്റ്റുകളാണ് നമുക്ക് ഇതുപോലെ ഫ്രീ ആയിട്ട് കിട്ടുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വന്നാലോ. അപ്പോൾ ഇതാ നമ്മളുടെ ആദ്യത്തെ പ്രോഡക്റ്റ് ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ആണ് കേട്ടോ. ഇത് MRP വരുന്നത് 99 രൂപയാണ്. അത് നമ്മളിപ്പോൾ ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ഒക്കെ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ എടുക്കുമ്പോൾ ഈ ഒരു റേഞ്ച് വരുന്നുണ്ട്. പിന്നെ അടുത്ത പ്രോഡക്റ്റ് ഈ ഒരു കൺസീലറാണ്. ഇത് പെല്ലാഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ കൺസീലറാണ് കേട്ടോ. 690 രൂപയാണ് ഇതിൻ്റെ MRP വരുന്നത്. ഇതും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ അവർ പറഞ്ഞിട്ടുള്ളത് ഫുൾ കവറേജ് ഉള്ള ഒരു കൺസീലർ ആണെന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കൂടുതൽ എമൗണ്ട് എടുത്തിട്ട് ഫേസ് ഫുള്ളായിട്ട് ഇതുപോലെ ഡോട്ട് ഇട്ട് എന്നിട്ട് ബ്ലെൻഡ് ചെയ്ത ടൈമിലാണ് എനിക്ക് മനസ്സിലായത് നല്ല ഹൈ കവറേജ് ഉള്ള കൺസീലറാണ്. കാരണം ഞാൻ എടുത്ത് കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് അതൊന്ന് സെറ്റാക്കിയത്. പിന്നെ ഇത് വാട്ടർ പ്രൂഫാണ്, അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിങ്ങും ആണ് കേട്ടോ. കാരണം ഞാൻ ഇടയ്ക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കൂടി കഴിഞ്ഞപ്പം ബ്ലെൻഡ് ചെയ്തെടുക്കുന്നതിലും നല്ലത് വാഷ് ചെയ്ത് കളഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് വാഷ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പോയിട്ടില്ല. അപ്പോൾ അത്യാവശ്യം നല്ല വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു കൺസീലറാണ് കേട്ടോ. പിന്നെ ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡറും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ബ്യൂട്ടി ബ്ലെൻഡറാണ് കേട്ടോ. ഇനി അടുത്തത് ഈ ഒരു സിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പെൻസിലാണ് കേട്ടോ. ഇതിൻ്റെ MRP വരുന്നത് 99 രൂപയാണ്. ഇതൊരു കോക്കോനട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം ബ്രൗൺ വെച്ച് നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ നല്ല നാച്ചുറൽ ഫിനിഷിൽ തന്നെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ സ്പൂളി കൂടി നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ സ്പൂളി എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഈ സ്പൂളി വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ കോംബ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് ജസ്റ്റ് ഹെർബിൻ്റെ ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇതിൻ്റെ MRP വരുന്നത് 595 രൂപയാണ് കേട്ടോ. ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഞാൻ എടുത്തിട്ടുള്ള ഷെയ്ഡ് മൾബറി മോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഭയങ്കര ന്യൂഡായിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതൊരു ഹെർബൽ പ്രോഡക്റ്റ് ആണ്. നമുക്ക് ഡെയിലി ബേസിസിൽ അധികം കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാത്തൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഹൈലി പിഗ്മെൻറ്റഡ് ആണ്, അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിങ്ങും ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്കിൽ നിന്ന് തന്നെ കുറച്ചെടുത്തിട്ട് ഞാൻ എൻ്റെ ബ്ലഷ് ആയിട്ടും അതുപോലെ തന്നെ ഐ ഷെയ്ഡോ ആയിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ന്യൂഡ് ഷെയ്ഡ് ആയതുകൊണ്ട് ബ്ലഷ് ആയിട്ടൊക്കെ അപ്ലൈ ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്യാനും പറ്റുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് നമ്മൾ അപ്ലൈ ചെയ്ത പാട് അങ്ങോട്ട് സെറ്റായി പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാനുള്ളൊരു ടൈം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഐ ഷെയ്ഡോ ആയിട്ടും ബ്ലഷ് ആയിട്ടും ഈ ഒരു ലിപ്സ്റ്റിക്ക് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പ്രോഡക്റ്റ് ഈ ഒരു ഷുഗറിൻ്റെ കാജലാണ് കേട്ടോ. ഒരു ബ്ലാക്ക് കളർ കാജലാണ്. അതിൽ ബ്രൗണും അവൈലബിൾ ആണ്. ഞാൻ ബ്ലാക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ MRP വരുന്നത് 249 രൂപയാണ് കേട്ടോ. ഭയങ്കര ക്രീമി ആയിട്ടുള്ള ഒരു കാജലാണ്. ജെറ്റ് ബ്ലാക്ക് ആണ്. നമുക്ക് സ്മോക്കി ഐസ് ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കാജലാണ് കേട്ടോ. പിന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്നതിൽ ഷുഗറിൻ്റെ കാജൽ മാത്രമല്ല കേട്ടോ ഉള്ളത്. ഷുഗറിൻ്റെ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. ലിക്വിഡ് ലിപ്സ്റ്റിക് ഉണ്ട്, ഹൈലൈറ്റർ ഉണ്ട്, ബ്ലഷ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. ഞാനിപ്പോൾ കാജൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഈ ഒരു കാജൽ വെച്ചിട്ട് കണ്ണിൽ താഴെ കൂടി എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, നന്നായിട്ട് ഹൈലി പിഗ്മെൻറ്റഡ് ആണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് വരയ്ക്കുമ്പോഴേക്കും നമ്മളുടെ കണ്ണ് നന്നായിട്ട് എഴുതി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെയിം കാജൽ വെച്ചിട്ട് ഞാനൊരു പൊട്ടുകൂടി കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പ്രോഡക്റ്റ് ഷുഗറിൻ്റെ തന്നെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഒരു മിനി ലിപ്സ്റ്റിക് ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് ഭയങ്കര ന്യൂഡായ പോലെ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അതിൻ്റെ കളറൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു ഷുഗറിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക് കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു റെഡ് കളറാണ് കേട്ടോ. കണ്ടോ, ഒരു റെഡ് കളറാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് ആ ലിപ്സ്റ്റിക്കിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ ഫൈനൽ ലുക്ക്. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്റ്റുകൾ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കംപ്ലീറ്റ് ലുക്ക് ഞാൻ ചെയ്തിട്ടുള്ളത്. അതും കുറച്ച് പ്രോഡക്റ്റുകൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള മേക്കപ്പ് ലുക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. വിഷു ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലുക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ചെയ്തിട്ട് പോകാൻ പറ്റിയിട്ടുള്ള ഒരു ലുക്കാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ഒരു കേരള സാരിയാണ്. പക്ഷെ ഞാനത് സാരി ആയിട്ടല്ല ഉടുത്തിട്ടുള്ളത്, ധാവണി ആയിട്ടാണ് കേട്ടോ ഡ്രേപ്പ് ചെയ്തിട്ടുള്ളത്.
അതായത് നമ്മളുടെ നോർമൽ സാരി എടുത്തിട്ട് അണ്ടർ സ്കേർട്ടിൻ്റെ മുകളിലായിട്ട് ഇതാ ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. നമ്മളുടെ സ്കേർട്ടിൻ്റെ ഒക്കെ പോലെ ഇതുപോലെ കുറച്ച് വിട്ട് പ്ലീറ്റ് ഇട്ടിട്ട് അത് സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കുക. ഒന്നും കൂടി സെക്യൂർ ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സേഫ്റ്റി പിന്ന് കൂടി കുത്തി കൊടുക്കുക കേട്ടോ. ഈ ഓരോ പ്ലീറ്റിൻ്റെ ഭാഗത്തും സേഫ്റ്റി പിന്ന് കുത്തി കൊടുക്കുക. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ഇതുപോലെ പ്ലീറ്റ് ഇടാനായിരിക്കും സുഖം ഉണ്ടാവുക. അതുകൊണ്ട് ഫ്രണ്ടിൽ നന്നായിട്ട് പ്ലീറ്റ് ഇട്ടിട്ട് നമ്മളുടെ അണ്ടർ സ്കേർട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ തിരിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ഇട്ടിട്ടുള്ള പ്ലീറ്റൊക്കെ നമ്മളുടെ ബാക്ക് വശത്തേക്ക് പോയിക്കോളും. പിന്നെ ബാക്കി നമ്മൾ വീണ്ടും ഫ്രണ്ടിൽ ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു പ്ലീറ്റുകൾ നല്ല നീറ്റായിട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് അയൺ ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹെയർ സ്ട്രൈറ്റ്നർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ പ്ലീറ്റുകൾ ഇരുന്നോളും. അപ്പം ഞാനിതാ എൻ്റെ സാരിയുടെ പല്ലു പോർഷൻ ഒഴിവാക്കിയിട്ട്, അതായത് ഒരു ധാവണിക്ക് എത്ര വേണം എന്നുള്ളത് നോക്കിയിട്ട് അത്രയും ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കി ഫുള്ളായിട്ട് ഇതുപോലെ സ്കേർട്ട് പോലെ പ്ലീറ്റ് ഇട്ട് ടെക്കിൻ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി വന്നിട്ടുള്ള ഭാഗം പല്ലു ഞാൻ നേരത്തെ അയൺ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് നമ്മളുടെ ബ്ലൗസിലേക്ക് കുത്തി കൊടുക്കുക. എന്നിട്ട് ബാക്കി ഭാഗം ഇതുപോലെ എടുക്കുക. ഇത്രയും ഭാഗം നമുക്ക് ബാക്കി വന്നിട്ടുണ്ട് കണ്ടോ. ഇത്രയും ഭാഗം നമുക്ക് ഒരു ധാവണിയുടെ അത്രയും സൈസിൽ ഞാൻ വിട്ടിട്ടുണ്ട്. അതിതാ ഇതുപോലെ ധാവണി കൊടുക്കുന്ന പോലെ ഫ്രണ്ടിലേക്ക് ഇതുപോലെ കോണാക്കി എടുത്തിട്ട് അവിടെ ഒരു സേഫ്റ്റി പിന്ന് വെച്ചിട്ട് നന്നായിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ സിമ്പിളായിട്ട് നമുക്കൊരു സാരി കട്ട് ചെയ്യേ സ്റ്റിച്ച് ചെയ്യേ ഒന്നും ചെയ്യാണ്ട് അതിനെ ധാവണിയാക്കിയിട്ട് ഉടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സാരി എടുത്ത് ബോർ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സാരി എടുത്തിട്ട് ഇതുപോലെ ധാവണിയാക്കിയിട്ട് ഉടുത്ത് നോക്കാം കേട്ടോ. നമുക്കിപ്പോൾ ഓഫീസിലേക്കും കോളേജിലേക്കും ഒക്കെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പം ഇതുപോലെ ധാവണിയാക്കിയിട്ട് അതിനെ ഡ്രേപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളത് സ്മിറ്റൺ എന്നാണ് കേട്ടോ. സ്മിറ്റണിൽ ഇപ്പോൾ ഒരുപാട് മേക്കപ്പ് പ്രോഡക്റ്റുകൾ വന്നിട്ടുണ്ട്. അതായത് കാജലുകൾ, ലിക്വിഡ് ലിപ്സ്റ്റിക്കുകൾ, നെയിൽ പോളിഷ്, അതിന് BB ക്രീം, ഫൗണ്ടേഷൻ, അങ്ങനെ ഒരുപാട് മേക്കപ്പ് പ്രോഡക്റ്റുകൾ വന്നിട്ടുണ്ട്. അതും നല്ല നല്ല ബ്രാൻഡുകളുടെ, ഷുഗറിൻ്റെ ഉണ്ട്, ജസ്റ്റ് ഹെർബിൻ്റെ ഉണ്ട്, ഫേസസ് കാനഡ, അങ്ങനെ ഒരുപാട് നല്ല നല്ല ബ്രാൻഡുകളുടെ പ്രോഡക്റ്റുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ സ്മിറ്റണിൽ ഇപ്പോൾ 0 ട്രയൽ പോയിന്റിനും പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ ഈ ഒരു ഫിൽറ്ററിൽ പോയിട്ട് 0 ട്രയൽ പോയിന്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ കണ്ടോ ഈ ഒരു 3 ഐറ്റം നമുക്ക് 0 ട്രയൽ പോയിന്റ് കൊടുത്തിട്ട് വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ 6 എക്സ്ട്രാ ട്രയൽ പോയിന്റ്സ് കിട്ടാനുള്ള ചാൻസും ഉണ്ട് കണ്ടോ. എനിക്കിപ്പം ടോട്ടൽ 12 ട്രയൽ പോയിന്റ്സ് ആയി. ഈ ഒരു 12 പോയിന്റിനും നമുക്ക് പ്രോഡക്റ്റുകൾ വാങ്ങിക്കാം. അതും മേക്കപ്പ് ഐറ്റംസോ സ്കിൻ കെയറോ എങ്ങനെ വേണമെങ്കിലും വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റുകളുടെയൊക്കെ ട്രയൽ പോയിന്റ്സ് ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ സ്മിറ്റൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതുവഴി സ്മിറ്റൺ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് കൂടി ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.